2024 മോഡൽ ഹസ്കോണിയുടെ 2 മോഡൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിറ്റ്പിലൻ 250 പിന്നെ സ്വാഡ് പിലൻ്റെ 401 ആണ്. അപ്പോൾ ഈ രണ്ട് ബൈക്കിനും എന്തൊക്കെ കാര്യങ്ങളാണ് ഹസ്കോർണ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഹസ്കോർണ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് ബ്രാൻഡാണ്. പക്ഷേ KTMന്റെ ഒരു കൺട്രോളിലാണ് ഈ ഒരു ബ്രാൻഡിങ് ഉള്ളത്. KTMന്റെ അണ്ടറിലാണ് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ KTMന്റെ ബൈക്സിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഹസ്കോർണയുടെ മോഡലിനൊക്കെ വരുന്നത്. അതായത് എഞ്ചിനും ഷാസിയും ഇലക്ട്രോണിക് ഫീച്ചേഴ്സൊക്കെ. ആദ്യം തന്നെ നമുക്ക് 2024 മോഡൽ വിറ്റ്പിലൻ 250ന്റെ അപ്ഡേറ്റ് നോക്കാം. വിറ്റ്പിലൻ 250ക്ക് മെയിനായിട്ട് വന്ന മാറ്റം വലിയൊരു ചേസസ് ആണ്. ഇപ്പോൾ ചേസസിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷനിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വന്ന മാറ്റം ട്രാക്ഷൻ കൺട്രോളും ക്വിക്ക് ഷിഫ്റ്ററും അവർ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. പിന്നെ DRലും LED ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇപ്പോൾ 177 mm ആണ്. 25 mm അവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയിലും മാറ്റമുണ്ട്. ഇപ്പം 13 ലിറ്റർ ടാങ്ക് റേഞ്ചാണ് വരുന്നത്. പിന്നെ കാർബ് വെയിറ്റ് വരുന്നത് 163 കിലോഗ്രാം ആണ്. പിന്നെ ബോഡി വർക്കൊക്കെ ഫുള്ളി സ്ട്രെല്ലീസ് ഫ്രെയിമിലാണ് ഈ ഒരു ബൈക്ക് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളെ പണ്ടത്തെ വിറ്റ്പിലൻ 250 പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സ്ട്രീറ്റ് ബൈക്കിൻ്റെ ഡിസൈനാണ് നമ്മുടെ വിറ്റ്പിലൻ 250ക്ക് വരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ WP Apex 43ൻ്റെ 43 mm ആയിട്ടുള്ള ഒരു UHT ഫോർക്കാണ്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 320 mm ബാക്കിൽ 240 mm ആയിട്ടുള്ളൊരു ഡിസ്ക് ബ്രേക്കാണ്. ഇനി എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ KTMന്റെ ഡ്യൂക്ക് 250ൽ കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിനാണ്. 249cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 30.5 bhp പവർ 9500 RPMലാണ്. 25 Nm ടോർക്ക് 7500 RPMലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സിലാണ് ഈ ഒരു ബൈക്ക് വരുന്നത്. ഇനി ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ 5 ഇഞ്ചിൻ്റെ ഒരു LCD മീറ്റർ കൺസോളാണ്. അതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, റൈഡ് ബൈ വയർ ആണ്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, പിന്നെ സ്വിച്ചബിൾ ABS ആണ്. പിന്നെ ചാർജിങ് പോർട്ടും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. പുതിയ വിറ്റ്പിലൻ 250ൻ്റെ പ്രൈസ് വരുന്നത് 2,19,000 രൂപയാണ് ഡൽഹി എക്സ്-ഷോറൂം പ്രൈസ്. ഇനി നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്വാഡ് പിലൻ്റെ 401 നോക്കാം. നേരത്തെ പറഞ്ഞ മോഡൽ നമ്മുടെ KTMന്റെ ഡ്യൂക്ക് 250ൻ്റെ എഞ്ചിൻ ആണെങ്കിൽ ഇപ്പോഴത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ KTMന്റെ ഡ്യൂക്ക് 399ൽ ഉപയോഗിച്ചുള്ള അതേ ഒരു എഞ്ചിനാണ്. എഞ്ചിൻ്റെ ഫുൾ സ്പെക്സ് നോക്കുവാണെങ്കിൽ 398cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. മാക്സിമം പവർ 46 bhp 9000 RPMലും മാക്സിമം ടോർക്ക് 39 Nm ടോർക്ക് 7000 RPMലാണ്. പിന്നെ ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ സിംഗിൾ സിലിണ്ടർ മോഡലിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോഴത്തെ ഡ്യൂക്കിൻ്റെ എഞ്ചിൻ നമുക്കറിയാം പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റും മോറും എല്ലാം കൂട്ടിയിട്ടുണ്ട്. എഞ്ചിൻ്റെ പവറിലും നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. പഴയ ഡ്യൂക്ക് 373cc ആണെങ്കിൽ ഇപ്പോൾ 399cc അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പവർഫുൾ എഞ്ചിൻ ഈ ഒരു ബൈക്കിന് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഇനീഷ്യൽ ടോപ്പ് എൻഡും അതുപോലെ തന്നെ പെർഫോമൻസിലേക്ക് നല്ല ഡിഫറൻസ് വരും. ഫ്രണ്ടിൽ WP Apex 43യുടെ വെൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു UHT ഫോർക്കാണ്. അഡ്ജസ്റ്റബിൾ UHT ഫോർക്കാണ്. കംപ്രഷനും റീബൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ WP Apex 43യുടെ തന്നെ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ഫ്രണ്ടിൽ 320 mm ബാക്കിൽ 240 mm ആയിട്ടുള്ള ഒരു ഡിസ്ക് ബ്രേക്കാണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്, സ്വിച്ചബിൾ ABS ആണ്. 13.5 ലിറ്റർ ടാങ്ക് റേഞ്ച് ആണ്. പിന്നെ വെയിറ്റ് വരുന്നത് 171 കിലോഗ്രാം ആണ്. ഫ്രണ്ടിൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു LED ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ LED DRലും വരുന്നുണ്ട്. ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു വിൻഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് ചെറിയൊരു വൈസറും കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 17 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽ ടയറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 110/70 സെക്ഷൻ ടയറും ബാക്കിൽ 150/60 സെക്ഷൻ ടയറാണ്. പൈർ ബ്ലോക്സിൻ്റെ പാറ്റേൺ ടയർസ് ആണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ഇനി ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് TFT മീറ്റർ കൺസോളാണ്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ റൈഡ് ബൈ വയർ ആണ്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, സൂപ്പർ മോട്ടോ ABS ഉണ്ട്. പിന്നെ ഒരു സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പുതിയ ഹസ്കോർണയുടെ സ്വാഡ് പിലൻ 401ന് വരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് നോക്കുവാണെങ്കിൽ ഡൽഹി എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത് 2,92,000 രൂപയാണ്.